ജോർജ് കൊന്നു ചാക്കിലാക്കിയത് ലൈംഗിക തൊഴിലാളിയെ കൊണ്ടുവന്നത് ഭാര്യ ഇല്ലാത്ത തക്കം നോക്കി. കൊച്ചി തേവര കോന്തുരുത്തിയിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ യുവതിയുടെ മൃതദേഹം ഇന്ന് രാവിലെ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കൊല്ലപ്പെട്ടത് ലൈംഗിക തൊഴിലാളിയാണ് എന്നാണ് പ്രതിയായ ജോർജിൻ്റെ മൊഴി. കൊല്ലപ്പെട്ട ലൈംഗിക തൊഴിലാളിയായ സ്ത്രീയെ വെള്ളിയാഴ്ച രാത്രി ഭാര്യ മകളുടെ വീട്ടിൽ പോയ അവസരം നോക്കി എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നതാണെന്ന് ജോർജ് പോലീസിന് മൊഴി നൽകി. വീട്ടിൽ വന്ന് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം ഇരുവരും തമ്മിൽ സാമ്പത്തിക തർക്കമുണ്ടായി. ഈ തർക്കത്തിനൊടുവിൽ അവിടെ കിടന്ന ഒരു കമ്പിപ്പാര ഉപയോഗിച്ച് തലക്കിടിച്ച് കൊലപ്പെടുത്തിയെന്നും ജോർജ് പോലീസിനോട് പറഞ്ഞു. തേവര കോന്തുരുത്തിയിൽ ജോർജിൻ്റെ വീട്ടിലേക്കുള്ള വഴിയിലാണ് ഇന്ന് രാവിലെ ചാക്കിൽ കെട്ടിയ നിലയിൽ സ്ത്രീയുടെ അർദ്ധനഗ്നമായ മൃതദേഹം കണ്ടെത്തിയത്. ശരീരത്തിൻ്റെ മുകൾ ഭാഗം ചാക്കിനുള്ളിൽ ആക്കിയ നിലയിലും ബാക്കിയുള്ള ഭാഗം നഗ്നമായി ചാക്കിന് വെളിയിലും ആയ നിലയ്ക്കാണ് മൃതദേഹം കാണപ്പെട്ടത്. ശുചീകരണ തൊഴിലാളികളാണ് ആദ്യം മൃതദേഹം കണ്ടെത്തിയത്. അവർ വാർഡ് കൗൺസിലറെ വിവരം അറിയിക്കുകയും കൗൺസിലർ പോലീസിനെ അറിയിക്കുകയുമായിരുന്നു. മൃതദേഹത്തിനടുത്ത് ജോർജ് ഇരുന്ന് ഉറങ്ങുന്ന നിലയിലായിരുന്നു. പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യലിൽ വീട്ടുടമ ജോർജ് കുറ്റം സമ്മതിച്ചു. ഇയാളുടെ വീടിനുള്ളിൽ രക്തക്കറ കണ്ടെത്തിയതായി പോലീസ് സ്ഥിരീകരിച്ചു. വീടിനുള്ളിൽ വെച്ച് കൊല നടത്തിയ ശേഷം മൃതദേഹം ഉപേക്ഷിക്കുവാൻ ചാക്കിൽ കെട്ടി വലിച്ചുകൊണ്ടു പോകുന്നതിനിടെ മദ്യലഹരിയിൽ ജോർജ് തളർന്നു വീഴുകയായിരുന്നു. കൊല്ലപ്പെട്ടത് ആരാണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. പുലർച്ചെ ജോർജ് ചാക്ക് തെരഞ്ഞു നടന്നിരുന്നുവെന്ന് അയൽവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഇന്ന് പുലർച്ചെ 4:30 തൊട്ടടുത്ത കടകളിൽ ചെന്ന് ജോർജ് ചാക്ക് തിരക്കിയിരുന്നു. പട്ടിയോ പൂച്ചയോ ചത്തുകിടക്കുന്നുവെന്നും മറവ് ചെയ്യുവാൻ വേണ്ടിയാണെന്നുമാണ് ജോർജ് പറഞ്ഞത്. പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. അർദ്ധരാത്രിയോടെ കൊലപാതകം നടത്തിയെന്നാണ് പോലീസ് നിഗമനം. മൃതദേഹം ചാക്കിൽ കെട്ടി പുറത്തേക്ക് കൊണ്ടുവരുന്ന വഴി ജോർജ് തളർന്നു വീണതാകാമെന്ന് പോലീസ് പറയുന്നു. ജോർജിൻ്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന 2 ഇതര സംസ്ഥാന തൊഴിലാളികളെയും പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ഇനി സംഭവത്തെക്കുറിച്ച് കൊച്ചി അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് സിബി ടോമിൻ്റെ വാക്കുകൾ കേൾക്കാം. സംഭവം ഇന്ന് ഒരു 7 മണിയോട് അടുപ്പിച്ചാണ് പോലീസിന് വിവരം ലഭിക്കുന്നത്. ഈ ഭാഗത്ത് കോന്തുരുത്തി ഡ്രീം ഫ്ലവർ അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തായിട്ടുള്ള ഒരു ഇടവഴിയിൽ ഡെഡ് ബോഡി സ്ത്രീയുടെ പാതി നഗ്നമായിട്ടുള്ളൊരു ഡെഡ് ബോഡി അപ്പർ ഭാഗം ചാക്കിൽ ഇട്ട് പൊതിഞ്ഞ് കിടക്കുന്ന അവസ്ഥ കാണപ്പെട്ടെന്നുള്ളതാണ്. അത് ആദ്യമായിട്ട് കാണുന്നത് ഹരിതകർമ്മസേനയുടെ പ്രവർത്തകരാണ് ബോഡി കാണുന്നത്. അവർ സ്ഥലത്തെ കൗൺസിലറെ അറിയിച്ചു. കൗൺസിലർ പോലീസിനെ അറിയിച്ചു. നമ്മൾ ഇമ്മീഡിയറ്റായിട്ട് സ്ഥലത്ത് വന്ന് കാര്യങ്ങൾ നോക്കി. ബോഡിയുടെ അടുത്ത് തന്നെ ഒരു ജോർജ് എന്ന ആളുരിപ്പുണ്ടായിരുന്നു. ഈ വഴിയുടെ നമ്മുടെ ഈ ബോഡി കാണപ്പെട്ട വഴിയുടെ എൻഡ് ചെല്ലുന്ന ജോർജിൻ്റെ വീട്ടിലാണ്. ആ വീടിൻ്റെ ഉടമസ്ഥനാണ് ജോർജാണ് ബോഡിയുടെ അടുത്ത് ഉണ്ടായിരുന്നത്. ജോർജിനെ കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്തു. ജോർജ് ആദ്യം പറഞ്ഞത് ജോർജിന് ബോഡിയെക്കുറിച്ച് അറിയത്തില്ല, മരിച്ച ആളെ അറിയത്തില്ല, എങ്ങനെയാണെന്ന് ഓർത്തത്. ജോർജ് ഇങ്ങനെ കണ്ടു, അവനും ഇത് കണ്ട് ഭയപ്പെട്ട് ബോഡിയുടെ അടുത്ത് ഇരുന്ന് പോയതാണെന്നുള്ള ഒരു വേർഷനാണ് ജോർജ് ആദ്യം എടുത്തത്. ജോർജിനെ കൂടുതലായിട്ട് നിലവിലുള്ള കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തപ്പം ജോർജ് തന്നെ അഡ്മിറ്റ് ചെയ്തു. ജോർജ് സൗത്ത് ഗേൾസ് ഹൈസ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് കയറ്റിക്കൊണ്ട് വന്നതായിരുന്നു. അവർ സെക്സ് വർക്കിനായിട്ട് വന്നിട്ടുള്ളതായിരുന്നു. അതിനുശേഷം സാമ്പത്തികപരമായിട്ട് അവർ തമ്മിൽ തർക്കമുണ്ടായി. ആ തർക്കം മൂത്തു. ജോർജ് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ, കൊലപാതകം നടത്തണമെന്ന ഉദ്ദേശത്തോടെ അടുത്തുള്ളൊരു മുറി തന്നെ ഉണ്ടായ കമ്പിപ്പാരി ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപാതകം നടത്തിയെന്നുള്ളതാണ് കിട്ടിയ ഇൻഫർമേഷൻ. ഒരു 11:30-12 മണിയോട് അടുപ്പിച്ചുള്ള സമയത്ത്. അതിനുശേഷം ഡെഡ് ബോഡി അവിടെ നിന്ന് മുറിയിൽ നിന്നും മറവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്താണ് ഇവിടെ വരെ ജോർജ് കഴുത്തിൽ കയറ് കെട്ടി വലിച്ച് കൊണ്ടുവരികയായിരുന്നു. അതിനുശേഷം ഇവിടെ നിർത്തി കിടക്കുകയായിരുന്നു. ഒരുമിച്ചിരുന്ന് മദ്യപിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. കാരണം അയാൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് അയാൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. കൃത്യത്തിന് മുമ്പും കൃത്യത്തിന് എറണാകുളം സൗത്തിൽ നിന്ന് കയറി പോരുമ്പോഴും അവിടുന്ന് ബാറിൽ നിന്ന് കഴിച്ചിട്ട് തന്നെയായിരുന്നു പോകുന്നത്. പുലർച്ചയോടുകൂടിയാണ് മറവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. എന്തോ മറ്റൊരാൾക്ക് സഹായം കിട്ടിയതായിട്ടും മനസ്സിലായിട്ടില്ല. ജോർജ് തന്നെയാണെന്നുള്ളതാണ് മനസ്സിലായിട്ടുള്ളത്. സ്ത്രീ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. ജോർജിനെ കുറിച്ച് കേസ് നോക്കിയിട്ട് മറ്റു കേസുകളൊന്നും ഉള്ളതായിട്ട് കണ്ടിട്ടില്ല. ഇത് കൂടുതൽ അതെല്ലാം പ്രാഥമിക
നിലയിലാണ് കേസിൻ്റെ അന്വേഷണം. കൂടുതലായിട്ട് അന്വേഷണത്തിലൂടെ അത് തെളിവാവുള്ളൂ. അതെല്ലാം നമ്മൾ ചെയ്യണം. നമുക്കിപ്പം അറിവായിട്ടില്ല. ഇപ്പം നമ്മൾ പോലീസ് ഇൻക്വസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ, കേസ് ഇൻക്വസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. അതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഒന്ന് CCTV പരിശോധിക്കാനൊരു പാർട്ടി വിട്ടിട്ടുണ്ട്. ഇല്ല, അവരെ കസ്റ്റഡി എടുത്തില്ല. അവരോട് സംസാരിച്ച് ചോദ്യം ചെയ്തോളും. അവരൊക്കെ വേറെ മറ്റ് കാര്യങ്ങളൊന്നുമില്ല. അവരുടെയും ജോർജിൻ്റെ ഒരു വീടിൻ്റെ ഷെയർ ചെയ്തതാണ്, വീടിൻ്റെ ഹാഫ് പോർഷൻ റെൻ്റ് ഔട്ട് ചെയ്തേക്കുന്നതാണ്. ഇത് അവർ മറ്റുള്ളവർക്ക്. ജോർജ് ഇവിടെ 30 വർഷമായിട്ട് ഉള്ളയാളാണ്. ജോർജ് ഇവിടുത്തെ കോന്തുരുത്തി സ്വദേശി തന്നെയാണ്. അയാൾക്ക് 61 വയസ്സ്. കുടുംബമൊന്നും വീട്ടിലുണ്ടായിരുന്നില്ല. അയാൾക്ക് ഭാര്യയും 2 മക്കളുമാണല്ലോ, മുതിർന്ന മക്കളാണ്. ഭാര്യ മോളിലെ കല്യാണം കഴിച്ചയച്ചേക്കാണ്. മോളുടെ വീട് കിട്ടുന്ന പൊൻകുന്നം ഭാഗത്താണ്, പൊൻകുന്നത്തിനടുത്താണ്, കൂരാലി അടുത്ത സ്ഥലത്താണ്. മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. മോളുടെ ബർത്ത്ഡേക്ക് ജോർജും ഭാര്യയും കൂടെ ബുധനാഴ്ച പോയതായിരുന്നു. ഭാര്യ അവിടെ തങ്ങി. ജോർജ് വ്യാഴാഴ്ച തിരിച്ചു പോന്നു. അതിനുശേഷമാണ് ഇതുണ്ടായത്. ജോർജിൻ്റെ മോനുണ്ട്. മോൻ UK പഠിക്കുകയാണ്. പ്രതിയായ ജോർജിനെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചപ്പോൾ ധൈര്യമായി തന്റെ വീഡിയോ എടുത്തുകൊള്ളാൻ മാധ്യമപ്രവർത്തകരോട് യാതൊരു കൂസലുമില്ലാതെ പറയുന്ന ജോർജിനെ കാണുക. ഇനി വാർഡ് കൗൺസിലറുടെ വാക്കുകൾ കേൾക്കുക. 6:20 ഹരിതകർമ്മ സേനാംഗമാണ് വേസ്റ്റ് എടുക്കാൻ വന്നപ്പോൾ അവരിത് കണ്ടിട്ടാണ് എന്നെ വിവരം അറിയിക്കുന്നത്. ഏകദേശം ഒരു 5 മിനിറ്റിനുള്ളിൽ ഞാനിവിടെ എത്തിയുണ്ടായി. അപ്പോൾ നമ്മൾ കാണുന്നത് മൃതദേഹത്തിനരികെ ജോർജ് എന്ന് പറഞ്ഞ വ്യക്തി ഇരിപ്പുണ്ടായിരുന്നു. പ്ലാസ്റ്റിക് ചാക്ക് കൊണ്ട് തല മുതൽ അരഭാഗം വരെ മൂടിയിരിക്കുന്ന അവസ്ഥയിലും താഴേക്ക് നീക്കിടുമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ മൃതദേഹം കാണുന്നത്. ഉടനെ തന്നെ നമ്മൾ പോലീസിൽ വിവരം അറിയിക്കുകയുണ്ടായി. അദ്ദേഹം സുബോധത്തിലായിരുന്നില്ല. അദ്ദേഹം എന്നോട് വ്യക്തം എന്തൊക്കെയോ സംസാരിക്കുകയും എന്നെ എഴുന്നേക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉടനെ പോലീസിൽ വിവരം അറിയിച്ചു. അതാണ് ഉണ്ടായത്. അദ്ദേഹം കുടുംബമായിട്ട് ജീവിക്കുന്നതാണ്. മകളും ഭാര്യയും ഇവിടെയുണ്ട്. മകളുടെ കുട്ടിയുടെ ബർത്ത്ഡേ സംബന്ധമായിട്ട് അവരുടെ വീട്ടിൽ പോയിരിക്കുകയാണ് ഭാര്യയും മകളും. അദ്ദേഹം മദ്യപിക്കാറുണ്ട്. മദ്യപിച്ച് കൊച്ചു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നല്ലാണ്ട് ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ളതായിട്ട് എനിക്ക് അറിവില്ല. ഫോട്ടോ കാണിച്ചത് നമുക്ക് പരിചയമില്ല. നാട്ടുകാർക്ക് ആർക്കും പരിചയം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അന്നേരം ഫോട്ടോ എല്ലാവരെയും കാണിച്ചിരുന്നു. ആർക്കും പരിചയമുള്ളതല്ല ഇവരെ. ഫോട്ടോ കണ്ടിട്ട് നമുക്ക് മലയാളി ലുക്കായിട്ട് തോന്നിയില്ല. ഒന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല. ചാക്ക് അരഭാഗം വരെ ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ പറഞ്ഞല്ലോ നെയ്ക്കഡായിരുന്നു. പോലീസ് വന്നതിന് ശേഷം അത് തുണിയിട്ട് മൂടുകയാണ് ഉണ്ടായത്. അവിടെ ഒന്നും വേറെ നമ്മളൊന്നും കണ്ടില്ല. ഇവിടെ അടുത്തൊരു കടയിൽ പോയിട്ട് വെളുപ്പിന് 4:30 ശേഷം 2 പ്ലാസ്റ്റിക് ചാക്ക് പട്ടിയെ കുഴിച്ചു മൂടാനെന്നുള്ള രീതിയിലാണ് ചാക്ക് വാങ്ങിയെന്നുള്ളതാണ് അറിയപ്പെടുന്നത്. ജോർജ് ഹോം നേഴ്സായി ജോലി ചെയ്തിരുന്ന ആളാണ്. ഇയാൾക്ക് ഭാര്യയും 2 മക്കളുമുണ്ട്. മകൻ UK പഠിക്കുകയാണ്. മകളെ കെട്ടിച്ചയച്ചിരിക്കുന്നത് മുണ്ടക്കയത്തിന് സമീപവും. ഭാര്യ വീട്ടിലുണ്ടായിരുന്നില്ലെന്നും സമീപവാസികൾ പറയുന്നു. മദ്യപിക്കുന്നയാളാണെങ്കിലും ഇതുവരെ മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെന്നും ശല്യക്കാരനില്ലെന്നും സമീപവാസികൾ പറയുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.